നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് തലസ്ഥാന നഗരത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് കൊറിയർ നൽകാനെന്ന വ്യാജേന മുഖം മറച്ചെത്തി വഞ്ചൂരിലെ നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർ പിസ്റ്റൾ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി ഡോക്ടർ ദീപ്തിമോൾ ജോസിന് കഴിഞ്ഞ ദിവസം പിടിയിലായത്. വളരെ ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും ഈ വാർത്ത കേട്ടത്. എയർ പിസ്റ്റൾ കൊണ്ട് ഒരാൾ വന്ന് വെടിവെച്ച് പോയി, അതൊരു സ്ത്രീയാണെന്നും ആദ്യം മുതൽ തന്നെ കേസിൽ മൊഴിയുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു അന്വേഷണം പുരോഗമിച്ചത്. കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിലാണ് ദീപ്തി ജോലി ചെയ്യുന്നത്. അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇവരെ പോലീസ് പിടികൂടിയത്. ഇവരുടെ ഭർത്താവ് ഡോക്ടറാണ്. ആക്രമണം നടത്തിയ ശേഷം ദീപ്തി രക്ഷപ്പെട്ട വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തുണ്ട്. ദീപ്തി വൈകിട്ട് 6 മണിയോടെ കമ്മീഷണർ ഓഫീസിൽ എത്തിക്കുകയും രാത്രി വൈകുന്നേരം വരെയും ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. ഈ വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി എന്നാണ് പോലീസ് പറയുന്നത്. അടുത്തിടെ ദീപ്തിയും സുജിത്തും തമ്മിൽ അകന്നു. ഏതായാലും ഒരു കൊലപാതകം തന്നെ നടത്താനുള്ള കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് ദീപ്തി ഈ സുജിത്തിന്റെ വീട്ടിലേക്ക് എത്തിയത്. യൂട്യൂബ് വീഡിയോകളും സിനിമകളും മറ്റും കണ്ടാണ് ഇവർ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയതെന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ റിട്ടയർഡ് SP ആയിട്ടുള്ള ജോസഫ് സാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. തിരുവനന്തപുരം ചെമ്പാശ്ശേരിയിലെ വീട്ടമ്മ ഷിനിയുടെ തലയ്ക്ക് വെടികൊടുത്തത് ഒരു ലേഡി ഡോക്ടറാണ്. തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ചെമ്പാശ്ശേരി പോസ്റ്റ് ഓഫീസിൻ്റെ ലൈനിലെ പടിഞ്ഞാറേക്കോട്ടയിലെ ആ റെസിഡൻഷ്യൽ ഏരിയയിൽ അവിടെ നാഷണൽ ഹെൽത്ത് മിഷനിൽ ജോലിയുള്ള ഷിനി എന്ന് പറഞ്ഞ അവർ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 8:30 ഒരു സ്ത്രീ വന്ന് കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞു. അവരുടെ ഫാദറിലോ ഭാസ്കരൻ നായർ ഇറങ്ങി വന്നു. കൊറിയർ വാങ്ങിക്കാമെങ്കിൽ അന്നേരം ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല, അത് ഷിനിയെ തന്നെ വേണം, അവർ ഒപ്പിട്ട് തരണം. ഫാദറിലോ ഷിനിയെ വിളിച്ചു. അവർ വന്നു. അവർ കവറ് നീട്ടി അത് ഒപ്പിട്ട് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ വന്ന സ്ത്രീ അവർ പോക്കറ്റിൽ നിന്ന് ഒരു തോക്ക്, അത് കളിത്തോക്ക് പോലെ ഇരിക്കാം, അതെടുത്ത് ഇവരെ വെടിവെച്ചു. ആദ്യത്തെ 2 വെടി അവരെ തലേ നോക്കി വെച്ചിട്ട് ക്ലോസ് റേഞ്ചിലായിരുന്നു. അത് വെടിയുണ്ട മാറി ഭിത്തിയിൽ തറച്ചു. 3ാമത്തെ വെടി അവർ കൈകൊണ്ട് തടുത്തു. കയ്യിൽ ഒരു പെല്ലറ്റ് കൊണ്ടു. അത് ബ്ലഡ് വന്നു. ബ്ലഡ് ചീറ്റി. അമ്മായിപ്പനും അമ്മായിമ്മയും അവരെ നിലവിളിച്ചു, കുട്ടികൾ നിലവിളിച്ചു. ഈ വന്ന സ്ത്രീ അവർ അവിടുന്ന് ഇറങ്ങി ഓടി. അവരുടെ ആ റെസിഡൻഷ്യൽ ലൈനിൻ്റെ അവിടെ ഒരു വീടിൻ്റെ സൈഡിൽ വണ്ടി പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിലൊരു കാറുണ്ടായിരുന്നു. ആ കാറിൽ ഈ വന്ന സ്ത്രീ ഡ്രൈവ് ചെയ്ത് പോയി. ഇതിൻ്റെ മോട്ടീവ് എന്താണ് എന്ന് അന്ന് നമുക്കാർക്കും വ്യക്തതയില്ലായിരുന്നു. പോലീസിനും വ്യക്തതയില്ല. അവർക്ക് ഷിനിയെ പോലീസ് ചോദ്യം ചെയ്തപ്പം തന്നോട് ആർക്കും വൈരാഗ്യമില്ല. തൻ്റെ ഭർത്താവ് സുജിത്ത് അത് മാലിദ്വീപിലാണ്. ഇത് എന്തിനാണ് ചെയ്തത്, ആരാണ്? ഈ വന്ന സ്ത്രീ അവർ തലമറച്ചിരുന്നു, അവരൊരു ജീൻസ് ഇട്ടിരുന്നു, അവരുടെ കണ്ണും മൂക്കും മാത്രം കാണാം. ചെറിയ മഴയുള്ള സമയമാണ്. അവരുടെ പോക്കറ്റിൽ നിന്ന് തോക്കെടുത്ത് ഒരു കാര്യമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു. എന്തിനാണ് ഇത് ചെയ്തത്, ഇതിൻ്റെ മോട്ടീവ് എന്ത്, അത് വ്യക്തതയില്ലായിരുന്നു അവർക്ക്. പോലീസ് അന്വേഷണം ഏറ്റെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണർ ആ വീട്ടിൽ വന്നു. പട്ടാപ്പകൽ രാവിലെ 8:30 ഞായറാഴ്ച ഇങ്ങനെയൊരു സംഭവം തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ചു, അത്ഭുതപ്പെടുത്തി. പോലീസ് അന്വേഷണം ഏറ്റെടുത്തു. സൈബർ സെല്ലെല്ലാം സടകുടഞ്ഞെഴുന്നേറ്റു. CCTV ദൃശ്യം ഉള്ള സ്ഥലങ്ങളിലെല്ലാം പോയി. അത് ഈ വാഹനം പേട്ട വഴി നേരെ ബൈപ്പാസിൽ കയറി അവിടുന്ന് അത് നേരെ കഴക്കൂട്ടം വഴി അങ്ങ് പോയി. അത് കൊല്ലത്ത് പോയാണ് നിന്നത്. കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കയറിയതായിട്ടാണ് പോലീസിന് മനസ്സിലായി. ഏതായാലും അവരെപ്പറ്റി പോലീസ് അന്വേഷിച്ചു.
ഡോക്ടർ ദീപ്തി മോൾ ജോസ് എന്ന പറഞ്ഞ സ്ത്രീയായിരുന്നത്. നല്ല ഉയരമുള്ള ഇരുനിറമുള്ള ഒരു സ്ത്രീ. അവരൊരു പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. അവർ MD പാസ്സായിട്ടുണ്ട്. ഒരു പൾമനോളജിസ്റ്റാണ് അവർ. അതിന് പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടി, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടി അവരെടുത്തിട്ടുണ്ട്. അവർ 5-6 മാസമായി കൊല്ലത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ട്, ഇവരുടെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. ഷിനിയുടെ ഭർത്താവ് സുജിത്തുമായിട്ട് അടുപ്പമുണ്ട്. അയാളിപ്പം മാലിയിലാണ്. ആ അടുപ്പത്തിന് ഭാര്യ ഷിനി തടസ്സമായിരുന്നു. ഈ ബന്ധം നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. ഇപ്പം സുജിത്തിനെ പഴയ പോലെ കാണാൻ പറ്റുന്നില്ല, സാധിക്കുന്നില്ല. ഡോക്ടർക്ക് ഒരു വൈരാഗ്യം വന്നു. ഷിനി നശിച്ചെങ്കിൽ മാത്രമേ തനിക്കിനി സുജിത്തുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുള്ളൂ എന്ന് അവർ കരുതിയിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു കുറ്റകൃത്യം ചെയ്യാൻ അവർ തയ്യാറായത്.